സംഗതി. ആ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും. അതിന് ഒരു മനുഷ്യനെ നന്നാക്കിയെടുത്താൽ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയർ തങ്ങളോട് എന്താണ് പറഞ്ഞത്? ഞാൻ ഓരോ രാജ്യത്തിലേക്ക് ഓരോ മഹത്തുക്കളെ വിടുമ്പോൾ അവരോട് കൊടുക്കുന്ന ഉപദേശങ്ങൾ എന്താണ്? നീ എന്നെ കൊണ്ടൊരു മനുഷ്യൻ നന്നായി കഴിഞ്ഞാൽ ഈ ആകാശഭൂമിയും നിനക്ക് ലഭിക്കുന്നതിനേക്കാളും ഹൈറാണ്. കണ്ടോ, അത്തരം ഒരു മനുഷ്യൻ്റെ ഹിദായത്തിൻ്റെ വലുപ്പം നോക്ക്, ഒരു മനുഷ്യൻ്റെ വിലയെ നോക്ക്. എത്രയാണ് ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യൻ്റെ ദറജ നോക്ക്, ആ മനുഷ്യൻ്റെ വില നോക്ക്. ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹും അൽ ജന്ന. അല്ലാഹു പറയുന്നു, മുഅ്മിനീങ്ങളുടെ ദേഹം എനിക്ക് ആവശ്യമുണ്ട്, അവരുടെ സമ്പത്തും എനിക്ക് ആവശ്യമുണ്ട്. നല്ല മുതൽ, കളങ്കമില്ലാത്ത ശുദ്ധമായിരിക്കുന്ന മുതലുണ്ടെങ്കിൽ അവരുടെ മുതൽ എനിക്ക് ആവശ്യമുണ്ട്. അവരുടെ നല്ലതായിരിക്കുന്ന മുഅ്മിനീങ്ങളുടെ ദേഹങ്ങൾ എനിക്ക് ആവശ്യമുണ്ട്. എന്താണ് കൊടുത്തിട്ടാണ് അല്ലാഹു മേടിക്കുന്നത്? ബിഅന്ന ലഹും അൽ ജന്ന, സ്വർഗം കൊടുത്തിട്ടാണ് ഞാൻ മേടിക്കുക എന്ന്. അപ്പം ഇത് എത്രയുടെ വകുപ്പ്, ഇത്രയുടെ വലുപ്പം. ഒരു മൂമിനായിരിക്കുന്ന ഒരു മനുഷ്യൻ മൂമിനായി കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പൗറ്? അന്നാസു മആദിനും കമആദിനിൽ ദഹബി വൽ ഫിദ്ദാ. വലിയ ഉറവിടങ്ങളെ പോലെയാണ് അല്ലാഹുവിൻ്റെ മഹത്തുക്കള്. വലിയ കുന്നുകളെ, സ്വർണത്തിൻ്റെ കുന്നുകളെ പോലെയാണ്, കൂമ്പാരങ്ങളെ പോലെയാണ്, വെള്ളിയുടെ കൂമ്പാരങ്ങളെ പോലെയാണ് ഒരു മനുഷ്യൻ എന്ന് പറയപ്പെടുന്നത്. അല്ലാഹുവിൻ്റെ മഹത്തുക്കളെ സംബന്ധിച്ച് എന്താണ് അതിൻ്റെ തെളിവ്? ഓരോ മഹാന്മാരുടെ മക്ബറയിൽ നിന്ന് കോടാനക്കോടി വരുമാനങ്ങൾ, കോടാനക്കോടി എത്രയോ വർഷങ്ങളായിട്ടുള്ള വരുമാനങ്ങൾ കൊടുക്കുന്നു അല്ലേ നമ്മളെ മഹത്തുക്കളെയൊക്കെ. അവരെ എത്രയാണ് കൊടുക്കുന്നത്? അജ്മീരിലൊക്കെ അവരൊക്കെ ഇങ്ങനെയല്ല, ഓരോ വലിയ സ്ഥലങ്ങളിലൊക്കെ എത്രയാണ് കൊടുക്കുന്നത്? എത്രയാണ് എന്നുള്ള വരുമാനം? എത്ര വർഷങ്ങളായി? 800ഓളം വർഷങ്ങളായല്ലോ അജ്മീറും ഒക്കെ, ബാദാദും അജ്മീർ പോലത്തെ സ്ഥലങ്ങളൊക്കെ. അപ്പം അവിടെയൊക്കെ കൊടുക്കുന്നത് എത്രയാണ്? ഇത് തന്നെയാണ്, എത്ര കോടി കൊടുത്താലും അവരെ മുതൽ തീരൂല.